സ്റ്റാർട്ടിങ് തന്നെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാ ഇങ്ങനെ എടുത്ത് പോവട്ടോ വണ്ടി എന്നേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ആൾട്ടോ എന്തെങ്കിലും വീട്ടിലേക്ക് വേണമെന്ന് പറയില്ലേ, പഴയ വണ്ടി എന്തെങ്കിലും, അപ്പൊ ഇതൊന്ന് പോയിട്ട് ഇടിപ്പിക്കുക. നല്ലൊരു ലൊക്കേഷൻ കിട്ടിയിട്ട് നമുക്ക് അതിന്റെ ഉള്ളിൽ പോയിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിനെക്കാട്ടി മുന്നേ ഞാൻ ഇന്ന് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ കേട്ടോ. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്ന് ഓൾറൗണ്ട് കാണിച്ചടാ ഫുള്ള്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർക്കിഡ് വില്ലേജ് ഉണ്ട്. ടിക്കാട്രിയിൽ നിന്ന് ബാക്ക് ടു ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മുടെ പാഞ്ഞാൾ സ്കൂളൊക്കെ ഉണ്ടല്ലോ, ആ പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ഓർക്കിഡ് വില്ലേജ് അപ്പുറത്താ, ഇത് റൈറ്റ് സൈഡിലായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇവിടെ ഒരു ഹൗസിംഗ് കോളനി പോലെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ്. തെങ്ങൊക്കെ വെച്ച് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ കേട്ടോ. അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഓണറിനെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ വീഡിയോ എടുത്തോട്ടെ. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോക്കുള്ളത്. ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ ലോഡാൾട്ടോ എന്ന് കേട്ടിട്ടുണ്ടാവല്ലോ. ശരിക്കുള്ള ഈ ലോഡാൾട്ടോ ഇതാണ് മുതല്. അത് നിങ്ങൾക്ക് ഒരുപാട് ഈ റാലിയിലൊക്കെ കാണാൻ പറ്റുന്ന സാധനമാണ്. അത് ആ നോർമൽ ആൾട്ടോ അല്ല, 800cc വണ്ടിയല്ല, അത് ഇതാണ് 1.1 16 വോൾട്ട് വരുന്ന വാഗനറിന്റെ എഞ്ചിൻ വരുന്ന സാധനം. ഇതൊക്കെ ട്യൂണൊക്കെ ചെയ്താണ്ടല്ലോ വേറെ ലെവലിലേക്ക് പെർഫോമൻസ് പോകാൻ പറ്റിയ സാധനമാണ്. ഒരു വോൾവട്രോണിക് ഒക്കെ കയറ്റിയിട്ട് നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ ഒരു ജിമ്മേറ്റ് ആണ്. മൂപ്പര് കളക്ടറാണ്. കളക്ടർ പറഞ്ഞാൽ ഡിസ്ട്രിക്ട് കളക്ടർ അല്ല, വണ്ടികൾ കളക്ട് ചെയ്യുന്ന ഒരു കളക്ടർ. ആള് ഇതേപോലെ നമുക്ക് ഒരു വണ്ടി ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചതാണ് എനിക്ക് ഇത് റിവ്യൂ ചെയ്യാൻ വേണ്ടി തരും. ആൻഡ് ഓൾസോ ഇങ്ങനെ ഒരു മുതലെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഒഴിവാക്കാനും തോന്നിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് തിരിച്ചു വരാം. ഏകദേശം 22.2 മില്യൺ ആൾട്ടോസ് ആണ് വിട്ടിട്ടുള്ളത്, ഇൻക്ലൂഡിങ് ഈ ആൾട്ടോ VXi 1.1 എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇതിനെന്താ വെച്ചാൽ സാധാ ആൾട്ടോനെക്കാട്ടിയും കുറച്ചും കൂടിയും പവർ കൂടുതലാണ്, അറ്റ് ദ സെയിം ടൈം മൈലേജ് കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺസെപ്റ്റ് പ്രകാരം ഇത് വർക്കൗട്ട് ആവില്ലല്ലോ, ഇന്ത്യൻസിന് മൈലേജ് കൂടുതലാണ്. ഈ RD 350യുടെ അതേ സ്റ്റോറി തന്നെയാണ് ഇവിടെയും വരുന്നത്. കാരണം അതിന് പവർ കൂടുതലാണെങ്കിലും മൈലേജ് കുറവാണ്. സോ അതുതന്നെയാണ് ഈ വണ്ടിയും അധികം കാലം ഇതാവാതിരുന്നത്. അതേപോലെ തന്നെ വാഗനർ ഓപ്ഷൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ആൾക്കാരും വാഗനറിലേക്ക് പോയി, കാരണം അതിന് ഹെഡ് റൂം കൂടുതലുള്ള വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടിയിൽ എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ നോക്കാം. പവറും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങളിലൊന്ന് വാക്ക് അറൗണ്ട് നോക്കുന്ന സമയത്ത് ബാക്കിൽ തന്നെ നമുക്ക് നോക്കിയാൽ ഇതിന് പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഒരു ആൾട്ടോ VXi 1.1ഉം നോർമൽ ആൾട്ടോയും തിരിച്ചറിയുന്നത്. ഫസ്റ്റ് തിങ്, ഇവിടെ ഒരു വൈപ്പർ, എക്സ്ട്രാ വൈപ്പർ ഉണ്ടാവും. ഇത് എക്സ്ട്രാ പിടിപ്പിക്കുന്നതല്ല കേട്ടോ, കമ്പനിയിൽ തന്നെ വരുന്നതാണ് ഈ ഒരു വൈപ്പർ. നോക്കിക്കഴിഞ്ഞാൽ VXi 1.1 എഴുതിയിട്ടുണ്ടാവും. ചിലതിൽ ഇങ്ങനെ ഉണ്ടാവില്ല, ബട്ട് സ്റ്റിൽ ഈ ഒരു വൈപ്പർ വെച്ചിട്ട് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പക്ക നോർമലാണ്, അത് നോർമൽ ഓൾട്ടോ ആണ് എന്നുള്ള ഇതില് ആ കോക്പിറ്റിൽ കയറിനെക്കാട്ടി മുന്നേ, ഐ മീൻ ദ സീറ്റ്, ഡ്രൈവർ സീറ്റ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു ഡിഫറൻസ് ഒന്നുമില്ല. ഇതിൽ നമ്മൾ അലോയ് കയറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാഗനറിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. പവർ, ആ ഒരു പവർ എന്തായാലും ഇതിൽ ഫീൽ ചെയ്യും. സാധാരണ ആൾട്ടോയിൽ നമ്മൾ AC ഇട്ടിട്ട് ഓടിക്കുമ്പോൾ പാസഞ്ചേഴ്സ് വലിമുട്ടൽ കേസൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇതിൽ എഫക്റ്റ് ആവില്ല. ബിക്കോസ് ദിസ് ഇസ് 1060 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ CC വരുന്നത്. 810 കിലോ ഇതിന് വെയിറ്റ് വരുന്നുണ്ട്. നമ്മൾ സാധാ ആൾട്ടോന് വന്നിട്ട് 750 കിലോ ആണ് വരുന്നത്. അതേപോലെ തന്നെ BHP നോക്കുകയാണെന്ന് വെച്ചാൽ ഇതിന് ഏകദേശം 64 BHPയും മറ്റേ 47 BHP ആണ് വരുന്നത്. സോ ആ ഒരു ലെവലിലുള്ള ഡിഫറൻസ് ഒക്കെ ഇവർ തമ്മിലുണ്ട്. മൈലേജിനും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. മൈലേജിലെ ഡിഫറൻസ് പറഞ്ഞാൽ ഏകദേശം ഇതിന് ഒരു സത്യം പറഞ്ഞാൽ 10-15 പറയുമെങ്കിലും ഒരു 12 റേഞ്ചൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടു. സാധാ ഒരു ആൾട്ടോ വന്നിട്ട് 20 മൈലേജ് പറയുമെങ്കിലും ക്ലെയിംഡ് മൈലേജ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 15 തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി ഉള്ളിലത്തെ കാര്യങ്ങൾ ആൻഡ് ഇതിൻ്റെ ഡിഫറൻസസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്വാളിറ്റി എലമെന്റ്സ് ഇതിൽ വ്യത്യാസമുണ്ട് മറ്റേനെക്കാട്ടിയും. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഉള്ളിൽ ഈ ബാക്കിയുള്ളതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇവിടെ സ്റ്റിക്കർ ഉണ്ട് കേട്ടോ മെയിൻ ആയിട്ട് പുറത്തേക്ക്. അത് നമ്മുടെ വാഗനറിലും ഇതേ സാധനം തന്നെ ഉണ്ട്, 1.1 ലിറ്റർ 16 വോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റിക്കർ വാഗനറിൽ നമുക്ക് കാണാൻ പറ്റും, പഴയ വാഗനറിൽ. അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ സ്റ്റിക്കർ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഉള്ളിലത്തെ വിശേഷങ്ങൾ എന്തൊക്കെ നോക്കാം. ഫസ്റ്റ്ലി ഇതൊരു പവർ സ്റ്റിയറിംഗ് ആൻഡ് ഈ 2 ഡോർ പവർ വിൻഡോ ആണ്. ഫ്രണ്ടിലത്തെ 2 ഡോറിലും പവർ വിൻഡോസ് ഉണ്ട്. ആൻഡ് ഇത് നമുക്ക് ആ പവർ വിൻഡോ കട്ട് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു ലെതർ, ചെറിയൊരു ലെതറിന്റെ ഒരു എലമെന്റ് ഇവിടെ വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ പക്കാ നോർമലായിട്ട് നമ്മൾ ആൾട്ടോയിൽ കാണുന്ന അതേ സാധനങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ കുറച്ച് സ്പേസ് കമ്മിയാണ് കേട്ടോ, കുഞ്ഞി ഹാച്ച് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ്.
ഈ പാഡ്സ് ഒക്കെ. ഇത് മറ്റേ നോർമൽ ആൾട്ടോയിൽ വരുന്ന സാധനം തന്നെ ഇതിലും വരുന്നത്. ആൻഡ് ഇതൊരു പവർ സ്റ്റിയറിംഗ് ആണ്. ആൻഡ് ഇതാണ് ഇതിന്റെ ഒരു ഹോണ്. ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്പീഡോമീറ്ററും ഇവിടെ ഒരു ടാക്കോമീറ്ററും നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു ഫ്യൂൽ ഗേജ്, ഇവിടെ ഒരു നമ്മുടെ ടെമ്പറേച്ചർ ഗേജും കാണാം. ഇവിടെയാണ് നമ്മുടെ ബാക്കിയുള്ള ഈ എഞ്ചിൻ വാർണിങ്ങും ബാക്കിയുള്ള വാർണിങ്സും സിമ്പിൾസ് ഒക്കെ ഇവിടെയാണ്. ഇതിന്റെ ഉള്ളിലാണ് ഇൻഡിക്കേറ്ററിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഈ ടാക്കോമീറ്റർ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 2 meters ആണ് ഇതിൽ വരുന്നത്. മറ്റേലും സിംഗിൾ വലിയ മീറ്റർ ആണ് വരുന്നത് നോർമൽ ആൾട്ടോസിൽ. ആൻഡ് ഇവിടേക്ക് വന്ന് നോക്കി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ബാക്കിൽ വൈപ്പർ ഉണ്ട്. അപ്പോൾ ബാക്കിലത്തെ വൈപ്പർ ഓൺ ആക്കാനുള്ള സ്വിച്ച് ഇതും, മറ്റേത് അതിന്റെ ഒരു വാഷർ, ഒരു വെള്ളം ആക്ച്വലി സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഫ്രണ്ടിൽ വിൻഷീൽഡ് വാഷർ ഉള്ള പോലെ തന്നെ ബാക്കിൽ നമുക്ക് വാഷർ ഉണ്ട്. സോ ആ സാധനം എസിയുടെ സ്വിച്ച് ഇവിടെയാണ് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള പണ്ടത്തെ 800-ൽ ഇവിടെ ഇങ്ങനെ പിടിച്ച് തിരിക്കുന്ന മോഡലാണെങ്കിൽ ഇത് പണ്ടത്തെ ആൾട്ടോയിലൊക്കെ വന്നിട്ടുള്ള അതേ മോഡൽ സാധനങ്ങളാണ്. ഇത് ഹീറ്റർ, ഇത് കോൾഡ് എയർ, അത് നോർമൽ എയർ, പിന്നെ ഫാൻ സ്പീഡ്. ഈ പയനീറിന്റെ സിസ്റ്റം ഞാൻ ഇതേപോലത്തെ ഈ ആൾട്ടോസിലൊക്കെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് അന്ന് കമ്പനി വന്നിട്ടുള്ള സാധനം തന്നെയാണ് എന്നുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇത് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോഴത്തെ ഈ ആൻഡ്രോയിഡ് സ്ക്രീൻ വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നോർമൽ ആയിട്ടുള്ള ഗ്ലോ ബോക്സും കാര്യങ്ങളും. ബട്ട് ഈ ഒരു സ്റ്റോറേജ് സ്പേസ് സാധാരണ ആൾട്ടോയിൽ കാണുന്നതല്ല. ആൻഡ് ഇതിന്റെ ബാക്കി കുറച്ച് ക്വാളിറ്റി എലമെന്റ്സ് ഞാൻ കാണിച്ചു തരാം ഈ ഒരു വണ്ടിയിലേക്ക് വരുമ്പോൾ. കാരണം ഇതിന് കുറച്ച് പ്രൈസ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. എത്രയെന്ന് എനിക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല കേട്ടോ. ആൻഡ് അത് ഓൺ ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ വണ്ടീനെ പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. നമുക്ക് ബാക്കിലേക്ക് വന്നു പോയി കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ആൾട്ടോന് കണ്ടിട്ടുള്ള സീറ്റ്സ് തന്നെയാണ്. അവിടെ നമുക്ക് ഈ ഒരു ലെതറിന്റെ എലമെന്റ് ഉണ്ട്, ഫ്രണ്ടിൽ മാത്രമല്ല. ഇത് ഞാൻ ബാക്കിലേക്ക് കുറച്ച് സീറ്റ് നീക്കിയിട്ടുണ്ടാണ് കേട്ടോ, അത്രയും സ്ഥലമില്ല. അത് നോർമലി ആൾട്ടോയിൽ അധികം സ്ഥലമൊന്നും ഇല്ല, അതൊരു കുട്ടി വണ്ടിയാണ്. ആൻഡ് ഇവിടെ വെച്ച് നോക്കിയാലേ ഈ ഒരു പില്ലർ ഉണ്ടല്ലോ, ഈ പില്ലറിന് ഇത്രയും ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ഒന്നും അല്ല നമ്മുടെ നോർമൽ ആൾട്ടോയിൽ വന്നിട്ടുള്ളത്. ഇവിടെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വിടുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇങ്ങനത്തെ ഒരു ഫൈബർ പാർട്ട് വരുന്നുണ്ടെന്ന് മാത്രമല്ല, അത്യാവശ്യം ക്വാളിറ്റിയും ഉണ്ട്. പിന്നെ ഈ ഒരു റൂഫ് ഉണ്ടല്ലോ, ഇതും അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനമാണ് വന്നിട്ടുള്ളത്. ആൻഡ് നമുക്കിനി ബാക്കിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ബാക്കിലും ഇതേപോലെ തന്നെ ഫൈബർ പാർട്സ് ഉണ്ട്. അയ്യോ ബാക്കിലും ഇതേപോലത്തെ ഫൈബർ പാർട്സ് ഉണ്ട്. സോ അതും കുറച്ച് ക്വാളിറ്റി കൂടിയ സാധനങ്ങളാണ്. ഇനി ബാക്കിൽ എന്തൊക്കെ പരിപാടി നോക്കി നോക്കാം. സോ ഇതിൽ വന്നിട്ടുള്ളത് നമ്മുടെ നോർമൽ ആൾട്ടോയിൽ വന്നിട്ട് ഇത്രയും കവറിങ് ഒന്നും ഇല്ല. അപ്പോൾ ഇവിടെയൊക്കെ അവർ ഓപ്പൺ ആയിട്ട് മെറ്റലാണ് നേരെ കാണുക. പക്ഷെ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറിങ്ങും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ആക്ച്വലി പാസൽ ട്രേ വരുന്നതാണ് ഈ ഒരു പോർഷനിൽ. അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ഹിഡൻ സ്പേസോ അല്ലെങ്കിൽ സ്റ്റോറേജ് സ്ഥലങ്ങളൊന്നും നമ്മുടെ നോർമൽ ആൾട്ടോയിൽ വരുന്നതല്ല. ബാക്കിയൊക്കെ നോർമൽ തിങ്. ബട്ട് ഈ ഒരു എലമെന്റ് ഒന്നും നമ്മുടെ നോർമൽ ആൾട്ടോയിൽ വരില്ല. ഈ 1.1-ൽ അത് വരുന്നുള്ളൂ. ബിക്കോസ് ദിസ് വാസ് കൺസിഡേർഡ് ദ നെക്സ്റ്റ് ലെവൽ ഓപ്ഷൻ ഇൻ ആൾട്ടോ. അപ്പൊ നമുക്ക് ഇത് ആഡ് ചെയ്തുകൊണ്ട് ഇവിടെ ഈ ചെറിയൊരു വാഷർ ഉണ്ട്, ഈ ബാക്കിലത്തെ ഗ്ലാസ് തുടയ്ക്കുന്ന വെള്ളം വരുന്ന. അപ്പൊ ആ സാധനം നമുക്ക് കാണാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിൽ അത് ഹിഡൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഈ ഒരു ഫിന്നൊക്കെ ഓൾറെഡി നമുക്ക് ഷോറൂമിൽ വരുമ്പോൾ ഉള്ളതാണ് കേട്ടോ. അന്നൊക്കെ അതെന്ന് പറഞ്ഞാൽ വലിയൊരു ഡിസൈൻ എലമെന്റ് ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ടിലത്തെ വീൽസിൽ വന്നിട്ട് ഡിസ്കാണ്, ബാക്ക് വന്നിട്ട് ഡ്രം ബ്രേക്സ് ആണ്. ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോഴാണ് ആ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുക. ഒരു ചാട്ടം ഉണ്ടാവുക. വീട്ടിൽ നമുക്കൊരു ആൾട്ടോ ഉണ്ട്, അപ്പോൾ അതിന്ന് പെട്ടെന്ന് ഇതിലേക്ക് ചാടുമ്പോൾ, ഞാൻ ഇങ്ങനെ ഒരു മോഡലുള്ള കാര്യം എനിക്കും അറിയില്ല. അപ്പോൾ ഇതിന്റെ ഓണർ വന്നിട്ട് എടാ ഒരു VXi ചെറിയ രീതിയിൽ നമുക്ക് സെയിൽസ് ഉണ്ടല്ലോ, അപ്പോൾ എടാ ആൾട്ടോ VXi 1.1 ലിറ്റർ ഒരു സാധനം ഉണ്ട്, അത് കിട്ടുകയാണെങ്കിൽ ഒന്ന് പറയിട്ടോ എന്ന് പറഞ്ഞു. ഈ സാധനം ഞാൻ കുറേ തപ്പി, എനിക്ക് കിട്ടാനില്ല. അപ്പോൾ ഇങ്ങനെ സാധനം ഉള്ളത് ഞാനും എപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ സംഭവം ഇപ്പോൾ ഭയങ്കര റെയറാ. പക്ഷെ ഇപ്പം ആൾക്കാർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക ഈ സാധനം. എന്നിട്ട് ചെറിയ മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് നടക്കുക. ഒന്ന് ട്യൂണൊക്കെ ചെയ്താൽ വണ്ടി നെക്സ്റ്റ് ലെവലാണ്. സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഇപ്പോൾ ഈ വണ്ടി ഇരിക്കുന്നത്. എന്നിട്ട് തന്നെ എനിക്ക് ഒരു പവർ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. വാ, നമുക്ക് ജസ്റ്റ് ഒന്ന് റബ് ചെയ്ത് നോക്കിയാലോ എന്താ ഇതിന്റെ സൗണ്ട് നിങ്ങൾക്കൊന്ന് അറിയണ്ടേ. സോ ഞാൻ മൈക്ക് ഇതിന്റെ അടുത്ത് കൊണ്ടുപോയി വെക്കാട്ടോ. എടാ കൊടുത്തേ. എങ്ങനെയുണ്ട് മക്കളുടെ സാധനം, എങ്ങനെയുണ്ട്? അപ്പൊ നമുക്ക് ചെറിയ സ്പിന്ന് പോയോ കേട്ടോ. ഞാൻ ഓടിച്ചു, എനിക്ക് എത്ര ഓടിച്ചാലും മതിയാവുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി സാധനം എടുക്കുകയാണ്. സോ ഓക്കെ, നേരെ 3ലേക്ക് കയറിക്കുന്നത്. എന്തായാലും നമുക്കൊന്ന്
ചെറിയൊരു സ്പിൻ എടുത്തിട്ട് വരാം. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്ത് പോവട്ടോ വണ്ടി. സോ ഗ്രാജുവലായിട്ട് ഇനീഷ്യലായിട്ട്, പിന്നെ വേറെ കാര്യം, ഇത് കൊടുക്കണതനുസരിച്ചിട്ട് അതേപോലെ മൈലേജ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കയറും, അതിനനുസരിച്ച് മൈലേജ് ഇങ്ങനെയാവും. ഇതെന്താ വെച്ചാൽ നോർമൽ ആൾട്ടോ തന്നെ, പക്ഷെ എന്താ വെച്ചാൽ ആ പവർ ഇങ്ങനെ കയറി പോണ ഫീൽ ചെയ്യും നമുക്ക്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ട്യൂണൊക്കെ ചെയ്തിട്ടേ കൊണ്ടടക്കാൻ പറ്റിയ സൂപ്പർ സാധനം. നന്നായി പെയിന്റ് ഒക്കെ അടിച്ച് നല്ല വൃത്തിയാക്കി ആണ് കൊണ്ടടക്കുക. ഇത് നമ്മളിപ്പോ ഓടിച്ചോണ്ടിരിക്കുന്ന റോഡ് എന്ന് പറഞ്ഞാൽ ആകെ കുണ്ടും കുഴി കേട്ടോ. അതൊന്നും നമുക്ക് ഇവിടെ ഒന്നും മനസ്സിലാവില്ല. ബട്ട് സ്റ്റിൽ ആയാലും സാധനം കിടുവാണ്. നല്ല സുഖമായിട്ട് എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോവാൻ പറ്റുന്നുണ്ടെങ്കിൽ, പഴയ വണ്ടിയാണല്ലോ, സോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടൊക്കെ ഓടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. എന്താ പെട്ടെന്നൊരു പുഷാട്ടോ സാധനം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യും. പക്ഷെ ആദ്യമായിട്ട് നമ്മൾ ആ ആൾട്ടോ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇതിലുമ്പോൾ കയറിയിരിക്കുമ്പോൾ ആ ഒരു ഇത് വാഗനറൊക്കെ ഓടിച്ച് നടക്കുന്നവർക്ക് യു മേ നോട്ട് ഫൈൻഡ് എ ബിഗ് ഡിഫറൻസ്. ബട്ട് ആൾട്ടോ ഒന്ന് ഇപ്പൊ ഇറങ്ങുന്ന ആൾട്ടോ പ്രത്യേകിച്ച് അണ്ടർ പവേർഡ് വെഹിക്കിളാണ്. അപ്പൊ അതിന്നൊക്കെ പെട്ടെന്ന് ഇതിലേക്ക് വരുന്ന സമയത്ത് യു വിൽ ഫീൽ ഓസം. ആൻഡ് എന്താ പറയണ്ടേ, നമുക്ക് ലോ ബഡ്ജറ്റിൽ കിട്ടാവുന്ന ഒരു കിടുവാണ് ഈ സാധനം. ഇപ്പോൾ ഇതില് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലേ, നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പവറുള്ള ഒരു സെദാന്റെ പോലെ മെയിൻ്റെനൻസ് ഇതിന് വരുന്നില്ല. സോ എന്താ പറയാ, ഡു ഗിവ് എ ട്രൈ. കിട്ടുമോന്ന് സംഭവം റെയറാണ്, കിട്ടാത്തിരി ബുദ്ധിമുട്ടാണ്. ബാക്കി നോർമൽ ആൾട്ടോന്റെ പോലെ തന്നെയാണ്. ഈ കയറി പോകുന്ന സംഭവം മാത്രമാണ് ഡിഫറൻസ് ഉള്ളൂ. പിന്നെ മൈലേജിന് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. സോ ഈ ഒരു കേസാണ്. അപ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കണ്ടീഷനുള്ള ഒരു വണ്ടി കിട്ടുമോ നോക്ക്. നല്ലൊരു ഓപ്ഷനാണ്. ഗ്രഹണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനോട് ചെറിയൊരു കമ്പം ഇത് ഓടിച്ചപ്പോൾ ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കാനാണ് തോന്നുന്നത്. സോ നമുക്ക് എന്തായാലും ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ബിക്കോസ് എന്താ പറയുക, ഇത് തിരിച്ചു കൊടുക്കണമല്ലോ. യെസ്. അപ്പോൾ ബാക്കി തുടർന്ന് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുക. സോ ഇതുവരെ നമ്മുടെ ചാനൽ കാണാത്തവരാണെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ നമ്മൾ ഓട്ടോമോട്ടീവ് ആൻഡ് ലൈഫ് സ്റ്റൈൽ കണ്ടൻസ് ആണ് ചെയ്യുന്നത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഹെൽപ്പ് ആവും. ഓക്കെ, ബൈ.